ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓട് വെച്ചിട്ട് ഇതുപോലെ പൊട്ടറ്റോ നടുന്നത് കണ്ടോ. പൊട്ടറ്റോ ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഇതേപോലെ 4-5 ഓടെടുത്ത് അത് ഒരു ഷേപ്പിലാക്കി അതിലേക്ക് പൊട്ട് മിക്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ നട്ടത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പൊട്ടറ്റോ നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ PVC പൈപ്പിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പൈപ്പിലൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ചെറുതായിട്ട് ഇവിടെ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തത് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് പൊട്ടറ്റോ ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഇലയുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇലയിട്ട് പൊതയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടിയിൽ വേറൊരു രീതിയിൽ നമുക്ക് പൊട്ടറ്റോ നടാം കേട്ടോ. ആദ്യം നമ്മൾ ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യാം. നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ഉണ്ടാവൂലേ മുളച്ച പൊട്ടറ്റോ. അതേപോലെ തന്നെ നമ്മൾ കറിക്ക് കൊണ്ടുവന്നിട്ട് മുളച്ചിട്ട് അത് ഇപ്പം എല്ലാവരും പറയുന്ന കേൾക്കാൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പം അങ്ങനത്തെ പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ കണ്ടോ കുറച്ച് ചകിരിയാണ് കേട്ടോ. അപ്പം ചകിരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ അത് നമ്മുടെ ചെടികളെ വേര് കേട് വരാനും ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് വെള്ളത്തിലിട്ട് ആ ഒരു കറ കളയുക കേട്ടോ. ചകിരിക്ക് ഒരു കറ ഉണ്ട്. അപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ചകിരി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വേരോട്ട് നടക്കാനും നല്ലതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യേ. പിന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ കേട്ടോ. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ല ഉണങ്ങി കിടക്കുന്ന കരിയില. അപ്പോൾ കരിയില കണ്ടോ നല്ല മുരിമുരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഉടച്ച് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചട്ടി കണ്ടോ ഒട്ടും ഭാരമില്ല കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഒരുപാട് ഭാരം തോന്നിക്കാതെ തന്നെ നമുക്ക് ഒന്നും കൂടി നല്ലൊരു പോട്ടി മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മുന്നേ ആ ഒരു നമ്മുടെ PVC പൈപ്പിൽ നട്ടിട്ടുള്ള അതൊന്ന് വീണു പോയി കേട്ടോ. അതൊന്ന് എടുത്ത് വെച്ചതാണ്. അപ്പം ഞാനിതാ നമ്മുടെ ഈ ഒരു ഇതാ പോട്ടി മിക്സ് ഒന്ന് ഇളക്കി മിക്സാക്കിയ ഇതെങ്ങനെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണെന്നറിയോ? ഇത് നമ്മുടെ പറമ്പിൽ നമ്മൾ ഇതുപോലെ കുഴി കുത്തിയിട്ട് അതിൽ ഓരോ ദിവസത്തെ വേസ്റ്റും കൊണ്ടുപോയിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടും. പിറ്റേ ദിവസം വീണ്ടും ഇടും, വീണ്ടും മണ്ണിടും. അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാണകപ്പൊടിയോ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡെയിലി കളയുന്ന ഈ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. ചുമ്മാ ചെടീൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിടുക. അതുപോലെ തന്നെ ചെടികൾ നടുന്ന സമയത്ത് നമുക്ക് സാധാ മണ്ണും അതുപോലെ തന്നെ ഈ ഒരു കമ്പോസ്റ്റും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ നടുകയാണെങ്കിലൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കല്ലും കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളയാട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നല്ലോണം മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് ലെവലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ചെറുതായിട്ട് നിൽക്കുന്ന ആ കല്ലും കട്ടയൊക്കെ ഒന്നുകൊണ്ട് എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ പറമ്പിൽ ചെയ്ത കമ്പോസ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട്. ഇനി നമ്മളിതാ മണ്ണൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്കാണ് നമ്മുടെ പൊട്ടറ്റോ നടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് മുളപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് തുണി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ മുളയ്ക്കാത്ത പൊട്ടറ്റോ ആണോ നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് വെച്ചാൽ വെറുതെ തുണി നനച്ചിട്ട് ഈ ഒരു 4-5 പൊട്ടറ്റോ എത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാണെങ്കിലും ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ പേപ്പറോ നനച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ നേരത്തോട് നേരം കൂടുമ്പോൾ തന്നെ മുളച്ച് വരും കേട്ടോ ചില പൊട്ടറ്റോ. അല്ലെങ്കിൽ നിങ്ങളുടെ സവോള ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളി ഉണ്ടാവും, ഉള്ളീൻ്റെ കൂടെ വെച്ച് കൊടുത്താലും മതി, പെട്ടെന്ന് മുള വരും. അപ്പോൾ മുള വന്ന ഭാഗം ചെരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിറച്ചുകൊണ്ട് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുളച്ച് വരികയാണെങ്കിൽ വേറെ ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ ഒന്ന് മാറ്റി നടും ചെയ്യാം. പിന്നെ നമ്മൾ ചിരട്ടയിൽ നട്ടതും കുറച്ച് ദിവസം മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിരട്ടയിലാണ് പെട്ടെന്ന് ആവും. എന്നിട്ട് നമുക്ക് ഗ്രോ ബാഗിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതി കേട്ടോ. അതൊക്കെ സിമ്പിളാണ്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ കുറച്ച് കരിയില ഇതുപോലൊന്ന് ഒതുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിയില എന്തിനാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കരിയില ബെസ്റ്റാണ് കേട്ടോ. ചെടികൾക്ക് വേരോട്ടം നന്നായിട്ട് നടക്കും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കരിയില ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊതയിട്ട് കൊടുക്കുക. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുക. നമ്മൾ ഓല വെച്ചിട്ടും മടൽ വെച്ചിട്ടും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. മുള ഒന്നും കൂടി ഉഷാറായിട്ട് വരിക. കണ്ടോ
ഒട്ടും ഭാരമില്ല കേട്ടോ. ഇതാണ് പ്രത്യേകത. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മേൽമണ്ണ് ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.